കൊച്ചി ബിസിനസ് സ്കൂളിലെ ഫ്രഷേഴ്സ് ഡേയിൽ കുട്ടികൾക്കൊപ്പം ഡാൻസ് കളിച്ച് വൈറലായ പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ആൻഡ് തോമസ് ആണ് ഇന്ന് നമുക്ക് അതിഥിയായി ലേഡീസ് ബാൻഡിൽ ചേരുന്നത്. സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക് മാം. മാമിനൊപ്പം വിദ്യാർത്ഥിനിയായ ആനിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. രണ്ടുപേരിലേക്കും വരാം. അതിനു മുമ്പ് നമുക്ക് ആ ഡാൻസ് വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ഈ ഡാൻസ് വീഡിയോ വൈറലായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കുറേ ആളുകൾ എന്തൊരു പോസിറ്റീവാണ് ഇത് കാണുമ്പോൾ എന്ന് പറഞ്ഞ് അതിന്റെ താഴത്തെ കമന്റ് വായിക്കാൻ തന്നെ വായിക്കുന്നവർക്ക് വലിയ പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങളാണ്. മാം, ബിന്ദു മാം, ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. എങ്ങനെയാണ് ഇത് കുട്ടികൾക്കൊപ്പം നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? അതും ഒരു സ്ഥാപനത്തിന്റെ ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു? ഒന്ന്, എനിക്ക് പിള്ളേരെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. രണ്ട്, പിള്ളേരുടെ ഒപ്പം നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതൊക്കെ തന്നെയാണ് എനിക്കിങ്ങനെ ഞാൻ ഇതെന്റെ 18ാമത്തെ വർഷമാണ് ഞാൻ അധ്യാപനം തുടങ്ങിയിട്ട്. ഞാൻ 2007 അവസാനത്തിൽ തുടങ്ങിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് തോന്നുന്നു ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്തൊരു 6 മാസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയ പേരാണ് ദീദി എന്നുള്ളത്. അന്ന് മുതൽ എന്നും ഒരു ടൈറ്റിലൊക്കെ ഒരു ടൈറ്റിലായിട്ട് നിൽക്കും. ഞാൻ ബേസിക്കലി പിള്ളേരുടെ ദീദിയും അവരിൽ ഒരാളാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും എനിക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, ഈ സ്റ്റൈലായിട്ട് വരുന്നതും ആ ഒരു ഇൻട്രോയും ആ സ്റ്റേജിലേക്ക് എത്തുന്നതും ഒക്കെ അത് ഗംഭീരമായിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? ഡാൻസ് നേരത്തെ ഇഷ്ടമാണോ? അതിനെക്കുറിച്ച് പറയാമോ? തീർച്ചയായും ഡാൻസ് കാണാൻ ഇഷ്ടമാണ്. എല്ലാവരും എൻകറേജ് ചെയ്യും. എനിക്ക് എന്റെ ഓർമ്മയിൽ ഞാൻ 1ാം ക്ലാസ്സിൽ ഒരു മഞ്ഞ ഡ്രസ് ഇട്ട് ഡാൻസ് ചെയ്താണ് എന്റെ ഓർമ്മ. അതായത് മാതാനഗറിൽ ഞാൻ പഠിക്കുമ്പോൾ അന്ന് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ആരും ഒരു കമന്റ് പറഞ്ഞു, അതായത് ശരിയാവുന്നില്ല, കളിച്ചിട്ട് വഴങ്ങുന്നില്ല. അന്ന് കിട്ടിയ ഒരു എന്നെ കൊണ്ട് പറ്റില്ല എന്ന കൊച്ചു പ്രായത്തിൽ കിട്ടിയ ഒരു സാധനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാട്ടും. എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞ പിന്നെ നമുക്കതൊരു പേടി, അത്തരത്തിലൊരു പേടി വന്നു. എന്നെ ഒരുപാട് പേര് എന്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട് ഡാൻസ് ചെയ്യാൻ. പക്ഷെ ഈ തലയിൽ ഇത് കിടക്കുന്നതുകൊണ്ട് ഒരിക്കലും എന്റെ ശരീരം വഴങ്ങിയിരുന്നില്ല. പിന്നെ ഇപ്പോ വന്നപ്പം എത്രയോ വർഷങ്ങൾ പിന്നിട്ടു, 32-34 വർഷം പിന്നിട്ടതിന് ശേഷം ഫ്രഷേഴ്സ് ഡേ വന്നപ്പോഴാണ് എന്റെ കൂടെയുള്ള എന്റെ ഒരു സ്റ്റാഫും എന്റെ സ്റ്റുഡന്റുമായിരുന്ന വ്യക്തി ആരോമലാണ് എന്നോട് പറഞ്ഞത്, മാം എന്തുകൊണ്ട് നമുക്ക് വെറൈറ്റി പിടിച്ചുകൂടാ, മാം ഒന്ന് ഡാൻസ് ചെയ്യുന്നു. അങ്ങനെയാണ് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റില്ല എന്ന് എന്റെ മനസ്സിനോട് പറഞ്ഞൊരു സാധനത്തിന് ഞാൻ ഇൻഹിബിഷൻ ക്രാക്ക് ചെയ്തിട്ട് കയറിയൊരു സാധനമാണ് സത്യം പറഞ്ഞാല്. ഓക്കെ, നമുക്ക് ആനിയിലേക്ക് കൂടി പോവാം. ആനി, നിങ്ങൾ ഭയങ്കര ലക്കിയാണ് ഇങ്ങനത്തെ ഒരു പ്രിൻസിപ്പാളിനെ കിട്ടുന്നത്. സാധാരണ പേടിപ്പിക്കുന്ന പ്രിൻസിപ്പാൾ വരുമ്പോഴേക്കും നമ്മളിങ്ങനെ എല്ലാവരും ഒന്ന് ഭയന്നൊക്കെ നിൽക്കുന്ന സമയമായിരുന്നു കടന്നുപോയത്. പക്ഷെ നിങ്ങളുടെ ഒരു കാലം എന്ന് പറഞ്ഞാൽ അത് ഗംഭീരം തന്നെ. എങ്ങനെയാണ് ടീച്ചറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനത്തെ പ്രിൻസിപ്പളിനെ കിട്ടുന്നുള്ളത്. നമ്മൾക്കൊക്കെ പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അങ്ങനെ ഒട്ടുമല്ല ബിന്ദു മാം. നമ്മളെ കൂടെ നമ്മളിൽ ഒരാളായിട്ടാണ് ബിന്ദു മാം എപ്പോഴും. അതപ്പോൾ ഡാൻസ് കളിക്കാനും പറഞ്ഞാലും ബിന്ദു മാം അല്ലേ എന്നാ ഒന്നും നോക്കിയില്ല. എക്സാമും കൂടെ ആയിരുന്നു അവൾക്ക്, മോഡൽ എക്സാം. ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ റെഡി ആക്കുന്നു, ഡ്രസ്സ് സെറ്റ് ആക്കുന്നു, സ്റ്റെപ്സ് സെറ്റ് ആക്കുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. അന്ന് തന്നെ മാം 10-11 വരെ വീട്ടിൽ പോകാണ്ട് ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ചേ. അപ്പൊ ഇത്രയും ഡെഡിക്കേറ്റഡും അങ്ങനത്തെ ഒരു മാം ആയിക്കൊണ്ടാ ഇങ്ങനൊരു സംഭവം നടന്നത്. ഓക്കെ, ഈ ഡാൻസ് ഇഷ്ടമാണ് കാണാൻ എന്ന് പറഞ്ഞപ്പോൾ ആ സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിക്കാനും പിന്നെ ഡ്രസ്സ് അതും അടിപൊളിയായിരുന്നു. അപ്പൊ അതും ആ വൈറലാവുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ആ ഡ്രസ്സ് കൂടിയാണ്. ആ സ്റ്റേജിൽ കയറിയിട്ടുള്ള ചട്ടയും മുണ്ടും ഇട്ടിട്ടുള്ള സ്റ്റൈലൊക്കെ ഗംഭീരായിരുന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുത്താണോ അതോ മാം എന്തെങ്കിലുമൊക്കെ ഇംപ്രവൈസ് ചെയ്തിരുന്നോ സ്റ്റേജിൽ? ചെയ്തിരുന്നു. മാമിന്റെ സ്റ്റെപ്സുകളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പഠിക്കുന്ന കാര്യത്തിലാണ് മാം വീഡിയോ എടുത്ത് രാത്രി ഇരുന്ന് പഠിക്കുന്നു. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. പിന്നെ മാമിന് വെച്ചാൽ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരു DJ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ മാം ആയിരിക്കും ഫ്രണ്ടിൽ വന്നത് ഞങ്ങളുടെ കൂടെ തുള്ളുന്നുണ്ടാവുക. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാമിന്റെ ഇംപ്രവൈസേഷൻസും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഡാൻസിൽ. അടിപൊളി. ബിന്ദു മാം, എനിക്ക് നീ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം നിങ്ങളുടെ ഇൻസ്റ്റയില് കോളേജിന്റെ ബിസിനസ് സ്കൂളിന്റെ ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ കോളേജിൽ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത് കാണുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് തോന്നും. കാരണം എന്തോ ഒരു ഇവന്റ്സ് ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ DJ, പിള്ളേരുടെ DJ, അവരുടെ ലുക്ക്, അവർക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, ഇതൊക്കെ കൊടുക്കുമ്പോഴും ഒരു പ്രിൻസിപ്പൽ എന്ന രീതിയിൽ അങ്ങനെ ഒരു കുറച്ച് സ്ട്രിക്ട്നെസ് ഒക്കെ വേണം, അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ തലയിൽ കയറും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെയാ ക്ലബ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും?
അതെന്ന് പറയുന്നത് ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, അതായത് ഇത്രയും സ്ട്രിക്റ്റ് ഉണ്ടെങ്കിലേ പിള്ളേർ നമ്മളെ ബഹുമാനിക്കുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു MBA കോളേജാണ്. അപ്പൊ അതിനകത്ത് ആദ്യം ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു സ്ട്രിക്റ്റ് ആവുമ്പോഴാണ് നമുക്ക് കുട്ടികൾ ബഹുമാനിക്കുന്നത് എന്നുള്ളത്. അതിന്റെ ഒരു ലൈവ് എക്സാമ്പിൾ എന്റെ മുതലാളി, അതായത് ലീഡ് കോളേജിന്റെ ചെയർമാൻ തൊമ്മൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വ്യക്തി, അദ്ദേഹമാണ് എന്റെ ബോസ് എന്ന് പറയുന്നത്. ഒരിക്കലും ഞങ്ങളുടെ റിലേഷനിൽ ഒരിക്കലും ഒരു സ്ട്രിക്ട്നെസ് ഒന്നുമില്ല, പക്ഷെ എന്നാൽ ബഹുമാനമുണ്ട്. അത് കണ്ടല്ലേ ഞാനും എന്റെ കരിയർ തുടങ്ങിയത്. രണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പിള്ളേരുടെ കൂടെ, അതായത് ഞാൻ പറഞ്ഞില്ലേ 10-18 വർഷമായി പിള്ളേരുടെ കൂടെ നിൽക്കുമ്പോൾ, പിള്ളേരുടെ ദീദിയായിട്ട് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മുടെ പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡാൻസ് കളിച്ചുകൊണ്ട് പിള്ളേർക്ക് നമ്മളോടുള്ള ബഹുമാനം കുറഞ്ഞു പോകും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതിന്റെ ഒരു ക്ലാസിക് തെളിവാണ് ഒരു എന്താ പറയുന്ന ഒരു 1.7 അല്ലെങ്കിൽ 1.8K കമന്റ്സിലെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ എല്ലാ മനസ്സിലും ഒരു കലാകാരനുണ്ട്. അപ്പൊ പാട്ട് പാടിയതുകൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ടോ കുട്ടികൾക്ക് നമ്മളോടുള്ള ബഹുമാനം പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല സത്യം പറഞ്ഞാല്. ശരി ആനി, ഇത് സർപ്രൈസ് ആയിരുന്നോ? കാരണം നിങ്ങൾ ഡാൻസ് ചെയ്യുന്നവർ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ, അതോ പ്രിൻസിപ്പൽ ഡാൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബാക്കിയുള്ള കുട്ടികൾക്കും അറിയായിരുന്നു, അതോ അവരെല്ലാരും അയ്യോ വാവ് ആയിരുന്നു, ആ ഒരു ഇതായിരുന്നു, എക്സൈറ്റ്മെന്റിലായിരുന്നോ? ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നെക്സ്റ്റ് ഡേ ആയിരുന്നു, ഞങ്ങൾ പ്രീവിയസ് ഡേ ആണ് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തത്. അപ്പൊ ഫ്രഷേഴ്സ് ഡേ ആ, അപ്പോ ജൂനിയേഴ്സിന് ഒരിക്കലും അറിയിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ ഒരു 5-6 പേര് മാത്രം അറിയുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ഒട്ടും ആരെ അറിയിക്കാണ്ട് ആ ഒരു കറക്റ്റ് ടൈമിലാണ് ആ ഒരു എൻട്രി. അതുകൊണ്ടാണ് അത്രയും പിള്ളേരും അന്ന് എക്സൈറ്റഡ് ആയത്. ആ ഒരു എൻട്രിയിൽ വന്നപ്പോ അറിഞ്ഞില്ല, ബിന്ദു മാം ഉള്ള കാര്യം അറിഞ്ഞില്ല. വേറൊരു സീനിയേഴ്സിന്റെ ഒരു ഡാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു, പക്ഷെ അതിൽ ബിന്ദു മാം ഉള്ള കാര്യം ആ സമയത്ത് അവരറിയുന്നത്. മാം, ബിന്ദു മാം, ദീദി സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടല്ലോ, അപ്പൊ അത് നേരത്തെ തൊട്ട് തുടങ്ങിയതാണോ? ഇത് നമുക്ക് ഞാൻ ഒരെണ്ണം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാം, എന്താണെന്നുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആ പോകുന്ന പയ്യനുണ്ടല്ലോ, 3 പെങ്ങന്മാരാ, ഈ 3 എണ്ണത്തിനെയും കെട്ടിച്ചിടാനുള്ള ഉത്തരവാദിത്തം ആ പാവൻ ചെക്കന്റെ തലയിലാ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു ഡയലോഗ് കേട്ടിട്ടില്ലേ? അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇത് ആമ്പിള്ളേർക്ക് മാത്രമുള്ളതാണോ ഈ പറയുന്ന കുടുംബത്തിന്റെ ഭാരവും ഉത്തരവാദിത്വവും എല്ലാം? തിരിച്ച് ഇടി പെണ്ണെ, നിന്നെ വല്ല വീട്ടിലും കെട്ടിച്ചുവിടാനുള്ള, നീ വല്ലവന്റെ തലയിൽ കയറാനുള്ളതാ. അതുകൊണ്ട് ഇച്ചിരി അടുക്കളപ്പണി ഇറങ്ങി, അല്ലെങ്കിൽ അത് തൂത്തുവാരിയിട്ടെ, അല്ലെങ്കിൽ ആ മെത്തവരിയൊക്കെ കിടക്കവരിയെ ഒന്ന് വൃത്തിയാക്കിയിട്ടെ. അതെന്താ? ഇത് പെമ്പിള്ളാർക്ക് മാത്രമുള്ള ജോലിയാണ്. ആരാണ് ഇത് ആമ്പിള്ളാർക്കെന്നും ഇത് പെമ്പിള്ളാർക്കും എന്നുള്ള ജോലി നമ്മൾ വേർതിരിച്ചത്? എപ്പോഴാണ് നമ്മൾ ആൺകുട്ടികൾക്ക് ഇന്നതും പെൺകുട്ടികൾക്ക് ഇന്നതും എന്ന് മാത്രമായിട്ട് നമ്മൾ കണ്ടു തുടങ്ങിയത്? ആക്ച്വലി പറഞ്ഞാൽ ഇതൊരു ലൈഫ് സ്കിൽ അല്ലേ, ബേസിക് നെസസിറ്റി ആയിട്ടുള്ള ലൈഫ് സ്കിൽ. ആണായാലും പെണ്ണായാലും ആരുടെയും ആശ്രയമില്ലാതെ ഒരു ദിവസം അവന് നല്ല വൃത്തിയായിട്ട് ആരുടെയും പരസഹായമില്ലാതെ അവന് ജീവിക്കാനുള്ള ഒരു ബേസിക് നെസസിറ്റി അല്ലേ. അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവന്റെ ഇരിക്കുന്നിടം വൃത്തിയാക്കുക, അവന്റെ ബെഡ് മേക്ക് ചെയ്യുക, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഇതൊന്നും ആണ് പെണ്ണല്ല. ഇത് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുക, ഇത് ബേസിക് നെസസിറ്റി ഓഫ് ലൈഫ് സ്കിൽസ് ആണ്. മാതാപിതാക്കള് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കുഞ്ഞുങ്ങളെ ഇതിൽ പഠിപ്പിക്കുക, ആൺ പെൺ വ്യത്യാസമില്ലാതെ. ഇതാണ് ദീദി ടോക്സിന്റെ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. ഇതിനകത്ത് ഇത് കേട്ട് കഴിയുമ്പോൾ എന്ത് രസമാണ് അത് കേട്ടോണ്ടിരിക്കാൻ. പറയുന്ന കാര്യം വലിയ കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ട് പറയും. എന്നോട്ട് തുടങ്ങി മാം ഈ ദീദി ടോക്സ്, കുട്ടികൾ അതെങ്ങനെയാണ് എടുക്കുന്നത്? ഇത് സത്യം പറഞ്ഞാൽ ഇത് എന്റെ സ്റ്റുഡൻസിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അത് കഴിഞ്ഞ 2023 എനിക്ക് തോന്നുന്നു ഒരു മെയ് മാസം മുതലായിരിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം പറയും, നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നമുക്കൊരു കണ്ടന്റ് പറയണം. അങ്ങനെയാണ് ദീദി ടോക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ വരുന്നത്. അപ്പൊ അതിനകത്ത് എന്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, ആരോമൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇതിന്റെ മുഴുവനും ഇൻചാർജ്. അപ്പം പുള്ളിക്കാരൻ എന്നോട് കൃത്യം പറയും 30 സെക്കൻഡ് 45 സെക്കൻഡിൽ കൂടുതൽ പോകരുത്, 1 മിനിറ്റിന് താഴെ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ തരും, ഒരു കണ്ടന്റും തരും. പിന്നെ അത് നമ്മൾ മനസ്സിലിട്ട് ഏറ്റവും ആളുകൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം, കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി ആളുകളിലേക്ക് ഒരു പോസിറ്റീവ് മെസ്സേജ് എത്തിക്കുക എന്നുള്ളത് ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സാധനം ദീദി ടോക്സ്. അത്യാവശ്യം നന്നായിട്ട് ആളുകളിലേക്ക് എത്താറുണ്ട്. ഓക്കെ, ബിന്ദു മാം, ഇനിയുള്ള ഫ്യൂച്ചർ, അതായത് നിങ്ങളുടെ കോളേജിനെ കുറിച്ച് പറയുമ്പോഴും എടുത്ത് പറയേണ്ടതുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അവരുടെ എക്സലൻസിനെ കുറിച്ച് പറയണം. ഓൾ ഇന്ത്യ എമർജിംഗ് ബിസിനസ് സ്കൂൾ സർവേയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കോളേജ് കൂടിയാണ്. അപ്പം ഈ കാര്യങ്ങൾക്കൊപ്പം പഠനവും ഒപ്പം പ്ലേസ്മെന്റ് എന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും മാഡം ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു തമ്പനിയിൽ ഞാൻ കണ്ടത് പ്ലേസ്മെന്റ് കിട്ടിയില്ല, അതായത് ജോലി കിട്ടിയില്ല, പൈസ തിരിച്ചു തരാന്നൊക്കെയാണ്. എന്താ മാം അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്.
ഒന്നെന്ന് പറയുന്ന ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് കുറവൊന്നുമില്ല, പക്ഷെ അതിനുള്ള റൈറ്റ് സ്കിൽ സെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ജോലിക്ക് പ്രയാസം. ഇപ്പൊ ഞാൻ തന്നെ പറയാം, എന്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന പിള്ളേരിൽ ഒരു മാസം 45,000 രൂപ പഠിച്ചുകൊണ്ട് പൈസ ഏൺ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഉള്ള പിള്ളേരുണ്ട്. അപ്പൊ ജോലിയുടെ കുറവല്ല, അതിനുള്ള റൈറ്റ് സ്കിൽ സെറ്റും മൈൻഡ് സെറ്റിന്റെയും ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മുടെ കോളേജിൽ വരുന്ന പിള്ളേർക്ക് അത് എങ്ങനെ എത്തിക്കാം? അവിടെ പഠിത്തത്തിന് ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്ട് നമ്മൾ NBA-ലും NACും ഒക്കെ പോയി കഴിഞ്ഞാൽ അതിൽ 30% നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് അക്കാഡമിക്സിലുള്ള ഇമ്പോർട്ടൻറ്റ്, ബാക്കി 70% മറ്റു പല കാര്യങ്ങൾക്കും ഉള്ളതാണ്. അത് പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന പഠിപ്പി എന്ന് മാത്രം കേൾക്കണേ. ഞാൻ അതിൽ നിന്ന് തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് എടുത്ത് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ പഠിത്തത്തിനോടൊപ്പം കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ളത് വരണമെങ്കിൽ ആർട്സ് വരണം. ആർട്സ് വരുമ്പോഴാണ് അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാം. ഞാനിപ്പം നമ്മളൊരു സ്റ്റുഡന്റിനോട് പറയാം, ലീഡർഷിപ്പിന്റെ ക്ലാസ് ഘോരം പ്രസംഗിച്ച് അല്ലെങ്കിൽ ക്ലാസ് എടുത്താൽ ഒരിക്കലും ആ കുട്ടിയുടെ ഒരു ലീഡർഷിപ്പ് ഇംപ്രൂവ് ചെയ്യില്ല. അത് നമ്മുടെ മിഥ്യാധാരണയാണ്. ക്ലാസ്സിലിരുന്നാൽ അവൻ എല്ലാം കൊണ്ട് ഹോളിസ്റ്റിക് ഡെവലപ്പ് ഇല്ല. അതേ സമയത്ത് നമ്മളൊരു പ്രോഗ്രാം എടുത്ത് ഒരു ഇവന്റ് എടുത്ത് ചെയ്യുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും അവന്റെ ലീഡർഷിപ്പ് സ്കില്ലും അവന്റെ ഡിസിഷൻ മേക്കിങ്ങും അവന് പ്രശ്നം വരും. അപ്പൊ അത് പ്രോബ്ലം സോൾവിങ്ങും അല്ലെങ്കിൽ രണ്ട് ടീമുകൾ തമ്മിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് നെഗോഷിയേറ്റ് അവൻ സ്വയം പഠിച്ച് അവനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് വരുവാണ്. അപ്പൊ ക്ലാസ് റൂമിനേക്കാൾ ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ എടുത്താൽ അറിയാം. ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയായാലും എന്നെ കേൾക്കുന്നവരായാലും നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ക്ലാസ് റൂമിന്റെ പുറത്തു നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അവിടെയാണ് ശരിക്കും പറഞ്ഞ ഒരു കുട്ടി ബ്ലൂം ചെയ്യുന്നത്. അപ്പൊ ഇഷ്ടം പോലെ ഇവന്റ്സ് ഞാൻ എടുത്ത് നടത്തുന്നതിനോടൊപ്പം എന്റെ പിള്ളേരുടെ സെൽഫ് കോൺഫിഡൻസ്, അവർക്ക് സെൽഫ് എസ്റ്റീം ഇത് ബൂസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം അവർക്കുള്ള ജനറൽ നോളജും പിന്നെ പ്ലേസ്മെന്റ് ക്രാക്ക് ചെയ്യാനുള്ള ട്രെയിനിങ്ങും നമ്മൾ എല്ലാവരോടും ഒരുമിച്ച് കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് പ്ലേസ്മെന്റിന് എന്നെ സംബന്ധിച്ചുള്ള ആ സാധനമാണ് ഞാൻ ഒരുപാട് ചെറിഷ് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യാം ഇപ്പോഴും ഞാൻ അതിന്റെ പ്ലാനിങ്ങിലാണ്. ഇനി അടുത്തത് എന്താണ് എന്റെ പിള്ളേർക്ക് കൊടുക്കേണ്ടത്, അതിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന സാധനം എങ്ങനെ എന്റെ പിള്ളേരിലേക്ക് കൊണ്ടുവരാം. ഈ പ്ലേസ്മെന്റ് മാത്രമല്ലാതെ, കാരണം ഞങ്ങളുടെ 3 E ഉണ്ട്, ഞങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം. ആ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിലേക്ക് എന്റെ പിള്ളേരെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇപ്പോൾ എന്റെ ഇപ്പൊ ഫ്യൂച്ചർ പ്ലാൻ ചോദ്യമില്ലേ, അതാണ് എന്റെ ഇപ്പോഴത്തെ മനസ്സിലുള്ള മുഴുവൻ ചിന്തകളും. അതെ മാം, ഒരു 18 വർഷത്തെ എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞു. എക്സ്പീരിയൻസിനപ്പുറം ഞാൻ മനസ്സിലാക്കുന്ന ബേസിക് ആയിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. കാരണം മാം പറഞ്ഞൊരു കാര്യം, നേരത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ മാമിന്റെ കണ്ടിരുന്നപ്പോൾ മാം പറഞ്ഞു, നമ്മൾ ഒരു പ്രിൻസിപ്പളിന്റെ മുമ്പിൽ പോയിട്ട് അദ്ദേഹം നമ്മളെ വഴക്ക് പറയുമ്പോൾ നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് മനസ്സിൽ എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ എന്റെ കുട്ടികളോട് അങ്ങനെ ആകേണ്ടതുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചു. താങ്കളുടെ അച്ഛൻ ഒരു മാത്സ് ടീച്ചർ ആയിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ ബ്ലഡിലും കൂടി കുറെ കാര്യങ്ങൾ ഉണ്ട് അല്ലെ, എങ്ങനെയായിരിക്കണം നമ്മുടെ ബേസിക് നേച്ചറും കൂടി ഇതിൽ നമ്മുടെ പ്രൊഫഷനിൽ കാര്യമായിട്ടുള്ള ഒരു പങ്കില്ലേ അതിന്? തീർച്ചയായിട്ടും അതിൽ ഞാൻ ഇതുവരെ എങ്ങും പറയാത്തൊരു കാര്യം, ഇപ്പൊ ബ്ലഡ് എന്ന് പറഞ്ഞു ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞു. കാരണം കുറെ പേർക്കെങ്കിലും അറിയാം, നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിൽ ഒരു സുപ്രധാന വ്യക്തിത്വമായിരുന്നു പത്മശ്രീ തങ്കം ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, മിക്കവാറും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നവരെല്ലാവരും തന്നെ പുള്ളിക്കാരത്തിന്റെ വോളിയൂം ഓഫ് ബുക്സ് ആണ് പഠിക്കുന്നത്. ആ തങ്കം ഫിലിപ്പിന്റെ, പത്മശ്രീ തങ്കം ഫിലിപ്പിന്റെ ബ്രദറിന്റെ കൊച്ചുമോളാണ് ഞാൻ. അപ്പൊ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളുടെയൊക്കെ ആ ഒരു തേവ്രതുണ്ടിൽ ഫാമിലി എന്ന് പറയുന്ന മിക്കവാറും ഫാമിലിയിൽ എല്ലാവരും ടീച്ചർ ഫാമിലിയാണ് ഞങ്ങൾ. അപ്പൊ ആ ഒരു ബ്ലഡ് എന്നിൽ ഉണ്ട് എന്നുള്ളത്, പിന്നെ എന്റെ അപ്പൻ ഒരു അധ്യാപകനാണ്. അപ്പം ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത് എന്റെ പപ്പ കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള. കാരണം അപ്പ മാത്സ് അധ്യാപകനായതുകൊണ്ട് വീട്ടിൽ ട്യൂഷൻ പിള്ളേർ വരുമായിരുന്നു. അപ്പം അപ്പയ്ക്ക് 4 മണിക്ക് ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്ര പിള്ളേരുണ്ടോ അത്രയും പിള്ളേർക്ക് ചായ കൊടുത്തിരിക്കണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരു കടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും, ഇനി 2 എണ്ണ ഉള്ളെങ്കിൽ പിച്ചി എല്ലാവർക്കും കൊടുക്കണം. മനസ്സിലായി? ഇത് കണ്ടു വളരുന്ന ഒരു മകളെ സംബന്ധിച്ചിടത്തോളം എന്റെ പപ്പ പിള്ളേരെ അല്ല, പപ്പ ഒരിക്കൽ പോലും ഒരു കുട്ടിയെ മോശമെന്ന് ഞാൻ ഇന്നേ വരെ പറയണ കണ്ടിട്ടില്ല. ഏത് കുട്ടിയെ എടുത്താലും അവന് പഠിക്കാൻ പിന്നോട്ടാണെങ്കിൽ അപ്പ കാണിക്കുന്ന ഒരു മാതൃക എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവനെ ആഗ്രഹിച്ച ലെവലിൽ എത്തിക്കാന്നുള്ള ഒരു അധ്യാപകന്റെ മകളായിരുന്നു. അപ്പൊ ഞാനിത് കണ്ടു വളരുമ്പോൾ എന്റെ തലയിലുള്ള വയറിങ്ങും അത് തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പപ്പ പിള്ളേരോട് വളരെ ജോവിയിലായിരുന്നു, ഭയങ്കര ജോവിയിലായിരുന്നു. അതായത് കൊച്ചുണ്ണി മാഷ് അല്ലെങ്കിൽ തോമസ് സാർ എന്ന് പറഞ്ഞ പിള്ളേർക്കും അത്ര ജീവനായിരുന്നു. അതിലൊരു ഞാനിപ്പോ ഓർക്കുന്നത്, അപ്പ മരിച്ചു കഴിഞ്ഞപ്പം അപ്പ പഠിപ്പിച്ചുകൊണ്ടിരുന്ന 2 സ്റ്റുഡൻസ് പറഞ്ഞു, ഞങ്ങൾ ഇനി വേറെ മാഷുമാരുടെ കൂടെ പഠിക്കുന്നില്ല, തോമസ് സാറുണ്ട്, അന്ന് പഠിപ്പിച്ചൊരു ബേസ് ഉണ്ട്. അങ്ങനെയാണ് ആ പിള്ളേർ 10ാം ക്ലാസ്സും ഒരു കുട്ടി 12ലുമായിരുന്നു. അവര് അത് ക്ലിയർ ചെയ്ത് ഏറ്റവും നല്ല മാർക്കോടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സാന്റീന അവള് 10ൽ അവൾക്ക് സയൻസ് കിട്ടിയത് മാത്സ്
മാത്സിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതുകൊണ്ടാണ്. അപ്പം ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമല്ലോ. ഒരു അധ്യാപകന്റെ മകളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകളും അതുപോലെ തന്നെ പത്മശ്രീ തങ്കം ഫിലിപ്പിന്റെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അമ്മച്ചിയുടെ അവസാന കാലഘട്ടത്തിൽ അമ്മച്ചിയോട് കുറെ നാളെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പൊ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കാം എന്നിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു പോസിറ്റീവ് വൈബ് കാണാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ആനി ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ഇതെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കര ലക്കിയാണെന്ന് പറയുമ്പോൾ ഈ കൂടെ ഒപ്പമുള്ള മറ്റു കോളേജുകളിലെ കുട്ടികളൊക്കെ പറയാറുണ്ടോ, എന്തുവാടെ നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൾ കാണിക്കുന്നത്, നിങ്ങൾ എന്തൊരു ഭാഗ്യമുള്ളവരാണ്, ഞങ്ങളുടെയൊക്കെ കോളേജിൽ പ്രിൻസിപ്പൾ, അങ്ങനത്തെ കമന്റ് ഒക്കെ വരാറുണ്ടോ ആനി? ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇതെന്റെ പോസ്റ്റ് ഗ്രാജുവേഷനാ. അപ്പോൾ ഞാൻ മുന്നത്തെ കോളേജിലായാലും അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ള എന്റെ ഒപ്പമുള്ള പിള്ളേരൊക്കെ അവർ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, ഇതെന്താ ശരിക്കും സംഭവം, വലിയൊരു പ്രോഗ്രാമൊന്നും അല്ലായിരുന്നു ഞങ്ങളുടെ, പക്ഷെ അത് ഇത്രയും നല്ലൊരു പ്രോഗ്രാം ആവാനായിട്ട് കാരണം ഞങ്ങളുടെ പ്രിൻസിപ്പൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ടീച്ചേഴ്സാണ് നമുക്ക് ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടത്. നമ്മുടെ കൂടെ വന്ന് നമുക്കുള്ള ആവശ്യങ്ങളും നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത്, ഓരോ ജനറേഷൻ വരുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഓരോ ജനറേഷൻ വരുമ്പോൾ നമ്മൾ ആ ഒരു വൈബിൽ നിൽക്കേണ്ട ടീച്ചേഴ്സ് നമ്മുടെ കൂടെ വേണ്ട. എന്നാലും നമ്മളെ മനസ്സിലാക്കി നമ്മൾ വളരുള്ളൂ. അവരും വളരും, നമ്മളും വളരും. അപ്പോൾ ഓക്കെ, അപ്പൊ എന്തായാലും ബിന്ദു മാമിന്റെ കുട്ടികളും അടിപൊളിയാണ്, ബിന്ദു മാമും അടിപൊളിയാണ്. ഞങ്ങൾക്ക് അതിഥിയായി വന്നതിന് വളരെയധികം സന്തോഷം. സമയം കുറവ് മൂലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസിനും ആശംസകൾ നേരുകയാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ലേഡീസ് മാൻ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.